Hey guys, welcome to the another video. അപ്പോ ഇന്നത്തെ എന്റെ വിശേഷം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ധനീഷ് ഏട്ടന്റെ കല്യാണമാണ്. ധനീഷ് ഏട്ടൻ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്കറിയാം, അത് മതി. ഓക്കെ ഗൈസ്, അപ്പോ ഇന്ന് കല്യാണത്തിന്റെ തലേന്നാണ്. ഇതാണ് നമ്മുടെ ധനീഷ് ഏട്ടന്റെ മദർജി. ഓക്കെ, ഇത് നമ്മുടെ പ്രദീപേട്ടൻ. ഇതാണ് നമ്മുടെ ധനീഷ് ചേട്ടൻ, കല്യാണ ചെക്കനാണ്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 28. 28? ഓ, 5 വർഷം മുന്നേ. കുറച്ച് പറയാം ഒന്നിനും ടെൻഷൻ മതി. ടെൻഷനാണ് മോനെ, ടെൻഷൻ. കല്യാണം എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്. ഇവന് വല്ല അറിയണോ? ഇവന് കല്യാണം നടക്കൂല, അവിടെ അത് പ്രശ്നമില്ല. ഇവിടെ നീ അല്ലടാ പറഞ്ഞു എവനാണ് നിന്റെ മറ്റേ ഫോട്ടോ എഡിറ്റ് ചെയ്യണേന്ന്? നീ പറഞ്ഞില്ലേ? ഫോട്ടോ ഈ ഫോട്ടോ ഞാൻ പറഞ്ഞേ ഇവനാണ് എഡിറ്റ് ചെയ്യണേന്ന്. ജിബിൻ ചേട്ടന്റെ അനിയത്തി. നാളെ നടക്കാൻ പോകുന്ന ഒരു മഹത്തായ കാര്യത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ധനീഷേട്ടന്റെ ജീവിതം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. അപ്പൊ ഇതിപ്പോ കിട്ടിയില്ല, ഭയങ്കര സന്തോഷമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു എന്തോ വലിയ കർത്താവിന്റെ വലിയൊരു കൃപയായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. ആദ്യത്തെ അവസാനത്തെ കല്യാണം. അതെ അതെ, അങ്ങനെ. ഇത് ധനീഷന്റെ കാര്യത്തിൽ നോക്കുമ്പോ കർത്താവിന്റെ കൃപ, പെൺകുട്ടിയുടെ ജീവിതത്തിനെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോ എന്തിന്റെ കൃപയായിരിക്കും? അത് ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനെ കുറിച്ചിട്ട്. അതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞു നിർത്താനായിട്ട് പറ്റില്ല. ഉറപ്പായിട്ടും റിസർച്ചിന് ആവശ്യം. പിന്നെ അങ്ങ് വന്നപ്പോ ചിരിക്കായിരുന്നു. എല്ലാം ഒരേ കണക്കാണ്, ചെറുതും വലുതൊന്നും ഇല്ല. നാളെ കേട്ടവനെ പറ്റിച്ച പൈസ ഇവനെ കയറ്റി വിടാം. ഞാനൊന്നും മിഠായി വാങ്ങി കടയിൽ പോയതന്നെ നാളെ കേട്ടവനെ. ഇങ്ങനെയാണ് പഠിപ്പിക്കാണ് ഞാൻ പൊതിയാൻ. അപ്പൊ ഞാൻ ജിബിൻചാന്റെ കല്യാണം, ആനന്ദന്റെ കല്യാണം, എല്ലാവർക്കും ഇത് ആള് മാറി വേറെ കൊച്ചിനെ വിളിച്ച് കാര്യം പറയണേ. ഞാൻ പറഞ്ഞല്ലോ നീ സുന്ദരിയാണ്ടിരിക്കണെന്ന്. ആള് എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇതിപ്പോ താനൂരി ചക്കരി ഞാൻ പോയോ നാളെ മറ്റന്നാ നിശ്ചയിക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ പറഞ്ഞു നിനക്കതൊക്കെ തന്നെയല്ലേ ഇപ്പൊ ഇൻട്രസ്റ്റ്. ഇങ്ങനെ ഒരിടത്തും പോണ്ടേ, ഇവിടെ നിന്ന് കാസർഗോഡ്, അവിടെ നിന്ന് വരെ ട്രെയിനില് സാരിയും കൊണ്ട് പോണെന്തിന്? ഇവിടെ അതാരുടെ സാരി കൊണ്ടുപോയത്? പോണ ഞാനൊന്നും
അരേ ഭയ്യാ പൈസ തേതോ പോടാറുണ്ട് എനിക്കതല്ല ഞാൻ കേട്ട് പഠിച്ചത് അവര് രാത്രിയായി കഴിഞ്ഞാൽ മറ്റാണോ നിങ്ങൾക്ക് ഈ പണി ഇഷ്ടമായിരിക്കില്ല. കമന്റും ചെയ്യൂ. ഗൈസ് ഇത്രയും നേരം അവിടെ ഇരുന്ന വീഡിയോക്കാരന്റെ കുണ്ടി വേദനിക്കുന്നതിന് കറങ്ങി നിന്ന് എടുക്കുകയാണ് ഗൈസ്. ഇഷ്ടമാണ് കൊണ്ടി എന്ന് പറഞ്ഞത് പ്രശ്നം. അയ്യോ, കേൾക്കട്ടെ. അവന്റെ കൃഷ്ണം കുണ്ടിയാണ്. അല്ലെങ്കിൽ വിതുമ്പത്തിൽ Sorry guys, ഇത് നാളെ പണിയെടുക്കുമ്പോൾ എന്റെ ടീച്ചറെന്ന് വിചാരിക്കരുത്. ഇപ്പൊ ഞാൻ ചിന്ത മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ റിലീസ് ഇതിങ്ങനെ ഇട്ടിട്ട് അഭിനയിക്കടാ നൈസായിരിക്കും. ഇതെന്തോന്ന് ഇട്ടിട്ട് അഭിനയിക്കാൻ തലയിലൂടെ ഇങ്ങനെ തട്ടം പോലെ ഇട്ടിട്ട് ഇതായി അറബിയിലെ ഇതെന്തോന്ന് അവിടെ തറബിയെ നിൽക്കുന്ന അറബിയിലെ തുണി കൊണ്ട് വരാൻ പറഞ്ഞു. തന്നെയാടേ സത്യം തന്നെ. മെയ്ഡ് ഇൻ ചൈനയെന്ന്. എനിക്കൊന്നിന് ഇതിട്ടും കൊണ്ട് പോയാലേ എരുമ ഇടിക്കാതിരിക്കും. അവിടെ ഒട്ടകം അവിടെ ഒട്ടകം ഇടിക്കാതിരിക്കണമെങ്കിൽ ഇതിട്ടും കൊണ്ട് പോകണം, അല്ലെങ്കിൽ ഒട്ടകത്തിന് ആൾ മറിക്കും. എന്തെങ്കിലും ഉണ്ടല്ലോ അവിടെ എരുമയില്ലല്ലേ എരുമ ഇവിടെ തലയിൽ നോക്കണേ. ഇത് മാത്രം ഇട്ടിട്ട് പോയാൽ ചിലപ്പോ കുർബാന ചൊല്ലിച്ചാല. എനിക്കത് പറ്റേന്നുണ്ടേ അഖിൽചേട്ടൻ മറ്റേ കറുത്തല്ല മുണ്ടിയൊക്കെ കൊടുത്തിട്ട് അറബിയിലെ കുഞ്ഞിന്റെ കൈ എടുത്തിട്ട് വരാത്തത് എനിക്ക് കറക്റ്റ് ആയത്. ഇത് അവിടെ തപ്പ പരിചയപ്പെടുത്തിട്ടൊന്നും അവിടെ കൊണ്ട് കളയാൻ എന്തുവാ ഇത് അറബി പലരും പറയും തുണി പൊക്കിത്താ അതൊന്നും കണ്ട് തുണി വലിച്ചു പൊക്കല്ലേ. ഇന്ന് ഭയങ്കര വിട്ടിട്ടുണ്ട്. ഇല്ല നാളെ ഇതേപോലെ ഇട്ടിട്ടേ വരത്തുള്ളൂ. എനിക്ക് എന്തോ പൊക്കി നോക്കണേ. അകത്ത് പാൻറ്റുണ്ടോ ഞാൻ തന്നെ നോക്കിയേ. അയ്യോ അറബിയിൽ നാട്ടിൽ പൊയ്യാലേ ഇത് ഇഷ്ടം. ചേച്ചിയുടെ എന്തൊരു പ്രസവമായിരുന്നു? ഐ മീൻ നോർമലാ? ഏത് ചേച്ചിയുടെ അതറിഞ്ഞ ഞാൻ 3 മാസം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോ സിന്ധു ചേച്ചി ഒരു കൊച്ചിനെ വെച്ചോണ്ടിരിക്കുന്നത്. എവിടെ പ്രതി പറ്റുന്നത് ദിവ്യാകൻ പൊക്കോ അതല്ല നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ നോക്കിയപ്പോ കാണാൻ ജിമ്മിനെടുത്തോ ചാട്ടിയാട്ടി നിൽക്കണ്. അറിയാ നീ ആട്ടി പടി 3 മാസം കഴിയുമ്പോ നിനക്കും വേണ്ടേ 10 മാസം കഴിയുമ്പോ അതല്ലേ അപ്പൊ പോലെ 3 മാസം ന്യൂ ടെക്നോളജി. നിന്റെ ഫോട്ടോ ഷൂട്ട് കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ആ പെങ്കൊച്ച് ഓടാൻ നോക്കുമ്പോ കൂടെ കയ്യെ പിടിച്ചോടുന്നു. ഓ തൂക്കിയെടുത്ത് എറിയിട് എന്തൊക്കെ കാണണം. അപ്പൊ ഇനി എന്ത് വിശ്വസിച്ച് ഞങ്ങളുടെ കൊച്ചനെ ഈ വീട്ടിൽ നിർത്തും? നീ കൊണ്ടു കളിയാ എനിക്കറിയാം. അയ്യേ അവിടാ നീ ഇതാണ് നമ്മുടെ ബ്ലോഗറിന്റെ അനിയൻ ജ്യേഷ്ഠൻ ജ്യേഷ്ഠ സഹോദരൻ എന്താണ് പറയുന്നത്? ജിഷ്ണു നീ എന്തോ പേര് പറഞ്ഞേ? ജിഷ്ണു ഞാൻ കേട്ട ജിഷ്ണു ഒന്ന് ഞാൻ തന്നെ ആലോചിക്കണം. ഗൈസ് അവന്റെ പുട്ടിന്റെ കറി ഇപ്പൊ പൊടിയാണ് ഗൈസ് കൊടുക്കുന്നത്. പൊടിച്ച പുട്ടിന് എന്ത് കറിയാന്ന് ചോദിച്ചപ്പോ അവൻ കൊടുക്കണല്ല പൊടിഞ്ഞ കറി. എന്തായാലും പുട്ടിന്റെ കറി അമ്മ കഴിച്ചിട്ട് പറയണം മസ്റ്റർ ആയിട്ടാണ്. ഇപ്പൊ കൊണ്ട് കൊടുക്കും 1 കിലോ
ആചാരം നമ്മൾ പുതിയ പുതിയ ബോർഡ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഒരിക്കലും കിട്ടാത്ത ഒരു മിക്സിംഗ് ആണ് guys. എന്തോ എടുക്കാതിരിക്കുന്നത് എന്നാ ഇച്ചിരി പൊടി കാണണം ഇനി അവൻ തരും തറയെ കിടക്കണ കുറെ പൊടി തൂത്തുവാരി കൊണ്ട് അപ്പുറത്തെ പാത്രത്തിൽ അത് പറ്റുന്നു എടേ ഈ നീയാ പറഞ്ഞ എടുത്ത് കഴിയുന്നത് നമ്മളെ പറ്റിച്ചു പാനായിലെ കല്യാണത്തിന് കൊടുത്തതുപോലെ നമുക്ക് പച്ചവളം തന്നിരിക്കുകയാണ് അവസാനം വന്നു ഗൈസ് അതേപോലെ വീഞ്ഞ് വന്നു